ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ നൽകുവാനാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിനു മുമ്പ് ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഫീഖ് ആനക്കാമ്പൊയിൽ. വളരെ അടുത്ത എൻ്റെ പ്രിയപ്പെട്ട എന്നോട് ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ NRAKPN എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുപേരാണ് നന്മണ്ട. R എന്ന് പറഞ്ഞാൽ റഫീഖ് എന്നാണ്, നന്മണ്ട റഫീഖ്. AKPN എന്ന് പറഞ്ഞാൽ ആനക്കാമ്പൊയിൽ. അതാണ് NRAKPN. പലരും NRAKPN എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് വിശദമായിട്ട് കുറച്ചുകൂടി പറയേണ്ടതുണ്ട്. സ്വയം പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ നൽകുന്ന വീഡിയോക്ക് എത്രമാത്രം ഞാൻ അർഹനാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു സ്വിമ്മിങ് ട്രെയിനറാണ്. ചെറുപ്പത്തിൽ 5 വയസ്സ് മുതൽ ആരും നീന്തൽ പഠിപ്പിക്കാതെ തന്നെ സ്വയം നീന്തൽ പഠിച്ച് ഒരു മികച്ച സ്വിമ്മറാവുകയും ശേഷം ഒരു മികച്ച സ്വിമ്മിങ് ട്രെയിനറാവുകയും ഒരു വാട്ടർ റെസ്ക്യൂ ട്രെയിനറാവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. കൂടാതെ അണ്ടർ വാട്ടർ ഡൈവിങ് 21 മീറ്റർ അടിയിൽ വരെ സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ വളരെ ആധികാരികമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാലും ഈ വീഡിയോ ഇവിടെ നിലനിൽക്കുകയും അത് വരും തലമുറകൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും എൻ്റെ വീഡിയോ തുടർന്ന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സാഹസികതയുടെ തോയൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെ ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, സ്വയം രക്ഷപ്പെടാം. മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന രീതി ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, സ്വയം എങ്ങനെ രക്ഷപ്പെടാം ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ, അതും പാറക്കെട്ടുകൾ നിറഞ്ഞ ഇത്തരം പുഴകൾ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ ഒഴുക്കിൽപ്പെട്ടാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പാനിക്കാവാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. തല കൈകാലുകൾ എവിടെയും ഇടിക്കാതെ സുരക്ഷിതമായിട്ട് ഒഴുക്കിലൂടെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്ഥലം കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പ്രാക്ടീസായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.
ഇതാണ്